ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഫളിൽ പറയാം. അതിന് മുമ്പ് ഒരു വോട്ട് വേണം. ഒരു വോട്ട് ഇതാണ്. നിങ്ങളൊരൊറ്റ വോട്ട്. നിങ്ങൾ ഇന്നെ വിജയിപ്പിക്കുന്നില്ല, ഒരു വോട്ട് ചെയ്യണം, ഒരു ലൈക്ക് അടിക്കണം, ഒരൊറ്റ ലൈക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ ഇപ്പൊ നീക്കും. ഇന്ന് ദുആ യൂസുഫായിരിക്കും. കുറച്ച് തിരക്കുണ്ട് എനിക്ക് കേട്ടോ. അല്ലെ വെള്ളിയാഴ്ച അല്ലേ, ഞാൻ തന്നെ ദ്വാരിക്കാം. അതാണല്ലേ അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും വോട്ട് ചെയ്താണ്. ഞാൻ ഇവിടുന്ന് 7:30 മുമ്പ് നമ്മൾ പരിപാടി അവസാനിച്ചു കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ലൈക്ക്. അപ്പൊ 7000 ആകണം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഫളിൽ പറയാണ്, നയന മനോഹരമാണ്. മാനക്ക കല്ലുകൾ ഇതിലെല്ലാം അടിച്ചിട്ടുണ്ട്. ആ ഒരു മൊബൈലിലാടിക്കേണ്ടത് കേട്ടോ. കമന്റ് ബോക്സ് അൽഹംദുലില്ലാഹ്. ഒരൊറ്റ അടിക്ക് 1000 ലൈക്കണ്ട് വന്നു. നോക്ക നിങ്ങൾ. ഒരൊറ്റ വാക്കാണ് 6000. ഇതുവരെ അല്ലേ? അല്ലാഹു നിങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഈ ലൈക്ക് അടിക്കണം എന്തിനാണ്? അത് ശത്രുക്കൾക്കാണത്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമുക്ക് 100. ഞാനേ യൂട്യൂബില് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങൾക്ക് ഇട്ടുതരാം. ഞാൻ യൂട്യൂബില് മജ്ലിസ് കണ്ട്, ഈ കഴിഞ്ഞ മജ്ലിസ് കണ്ട് പോകുന്ന ജനങ്ങളെ കണ്ടു. ഞാൻ അങ്ങനെ കാണലില്ല തങ്ങളെ. ഈ ഞാൻ വിചാരിച്ചു പടച്ചോനെ, ഈ ജനങ്ങളൊക്കെ കൊടക്കാട് മജ്ലിസിന് വന്നത്. പടച്ചോനെ അന്തം വിട്ടുപോയി. കഴിഞ്ഞ മജ്ലിസത്തെ ആളെ കണ്ടിട്ട് ഞാൻ അതിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഞാനത് തരാം കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. എന്താ സംഭവം കേട്ടോ. എന്നാൽ ഇന്നത്തെ ഫളിൽ അതിമനോഹരമാണ്. അത് മനോഹരമാണ്, നയന മനോഹരമാണ്. ഒരു ഉമ്മയും കുടുംബം എന്നെ കാണാൻ വന്നിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടുന്ന് ദ്വാരക്കണേ. 11 കൊല്ലമായി മക്കളില്ല. വല്ലാത്ത പ്രയാസത്തിലാ, വല്ലാത്ത സങ്കടത്തിലാണ്. അവിടുന്ന് ദ്വാരക്കണോ. ഒരുപാട് വിഷമമാണ് ഡോക്ടർ പറഞ്ഞത്. ആളുകൾ പറഞ്ഞു സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിനെ കുറിച്ചിട്ട് ഒരുപാട് മജ്ലിസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാലും ഈ മദ്രസ ഞങ്ങളെ കാണാൻ തുടങ്ങി. കണ്ടപ്പോ ഞങ്ങൾക്ക് ഇഷ്ടായി. പിന്നെ എല്ലാ ദിവസവും ഞങ്ങളെ മദ്രസ കാണാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെ മനസ്സൊരാഗ്രഹം, ഒന്ന് കൊടക്കാട് വന്നാലെന്താ. അങ്ങനെ കൊടക്കാട് വന്നു. ഈ മുറ്റത്ത് നിന്ന് ഞങ്ങളെ സങ്കടങ്ങള് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞങ്ങള് തിരിച്ചുപോയി. പിന്നെയും മജ്ലിസ് ഒരു ദിവസം മുടങ്ങാതെ കാണും. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് തോന്നി, എന്താ ഇവിടെ നടക്കുന്ന സ്വലാത്തിൽ വന്നാല് അങ്ങനെ 11 സ്വലാത്തിൽ ഫാത്തിഹന്റെ മജ്ലിസിൽ വരാൻ തീർച്ചയാക്കി. അതാ വരുന്നു റഹ്മത്തിന്റെ മലക്ക്. മോൾക്ക് കുളി തെറ്റി, അന്തം വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്, 11 കൊല്ലം മക്കളുണ്ടായിരുന്നില്ലല്ലോ. ഒരുപാട് മരുന്ന് കുടിച്ചതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചു. സുബ്ഹാനല്ലാഹ്, ഡോക്ടർ വിധി എഴുതി. എന്താ എഴുതിയെന്നറിയോ? കേൾപ്പിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാത്തുൽ ഫജ്ർ നിഅമത്താട്ടോ. അത് എവിടെ ചൊല്ലുന്നോടൊന്ന് റഹ്മത്തിന്റെ മലക്കിൽ നടക്കി തരും. ഒരു കുഞ്ഞു പെങ്ങള് അല്ലാഹു ആഫിയത്ത് മാറി അല്ലാഹു തരട്ടെ. എവിടെ സ്ഥലം? വയനാട്ടിലെ. തങ്ങളെ തോന്നിയതാ? ആ, കൊടുക്കാട് വന്നിരുന്നില്ല. വയനാട്ടിൽ കൊടുക്കാട് വന്നിരുന്നു. എന്തിനാ വന്നേനെ? എന്തിനാ വന്നേനെ? മക്കളുണ്ടായിരുന്നില്ല. മകൾക്ക് എത്ര കൊല്ലം കഴിയായിട്ട്? എത്ര? 11 കൊല്ലായില്ലേ? തങ്ങളെ തോന്നുമ്പോ തങ്ങളെന്തായിരുന്നു ഉണ്ടായിരുന്നു? ഇപ്പൊ ഗർഭിണിയാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മകൾക്ക് മക്കളുണ്ടായിരുന്നു. 11 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് കൊടക്കാട് വന്നിരുന്നു. സ്വലാത്തിനും കൊണ്ടുവരില്ല. അൽഹംദുലില്ലാഹ് 11 വർഷം ഗർഭിണിയാണ്. അല്ലാഹു സുഖപ്രസവം അല്ലാഹു നൽകട്ടെ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അല്ലാഹു കൂടെ സംരക്ഷണം അല്ലാഹു നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഡോക്ടർമാരെ ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർമാര് വിധി എഴുതി, നിങ്ങളെ മകളെ ഗർഭിണിയാണ്. നിങ്ങളെ മകളെ ഗർഭിണിയാണ്. അല്ലാഹുവേ,
ഖൈറ് നൽകണേ അല്ലാഹ്. ആ കുടുംബത്തിന് വേണ്ടി തക്ബീർ. അല്ലാഹു ആ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്തൊരു അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്നാൽ സ്വലാത്തുൽ ഫാത്തിഹയാണ് നമ്മൾ ചൊല്ലുന്നത്. എവിടെ ചൊല്ലുന്നോട് അല്ലാഹു ബറക്കത്ത് നൽകും. നാളെ പറയാനുണ്ട് മോനെ, ഒരു കുടുംബം കടങ്ങളെ കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ്. കടം കൊണ്ട് പ്രയാസത്തിലാ, ബുദ്ധിമുട്ടിലാ. അപ്പോ പിന്നെ ഒരു സ്ഥലമുണ്ട് വിൽക്കാൻ വെച്ചു. സ്ഥലമുണ്ട് വിൽക്കാൻ വെച്ചു. 6 കൊല്ലം ഈ സ്ഥലം വിൽക്കാൻ വെച്ചിട്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ആൾക്കാർ വരും സ്ഥലം നോക്കാൻ. നോക്കാൻ വന്നാലാണെങ്കിലും ആൾക്കാർ മുടക്കും. അങ്ങനെ കുറെ ബ്രോക്കർമാരെന്താട്ടി സ്ഥലത്തിന് ആളെങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ എന്താ നാട്ടുകാർ മുടക്കാണ്. ബ്രോക്കർമാര് പറഞ്ഞു, ഇതിപ്പോ 4-5 കൊല്ലയിൽ ഇപ്പൊ ആളെങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി പടങ്ങാറാകില്ലേ. ഒരു ബ്രോക്കറെ പറയാം, അനക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ജയ് സുബൈക്ക് കടന്നുറങ്ങല്ലേ, ഒരു മജ്‌ലിസുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്‌ലിസ്. ഇത് കേക്ക് എന്റെ സ്ഥലല്ലേ വിട്ടു പോന്നാറ്. അപ്പൊ താത്ത നിങ്ങളും ഉണ്ടായിരുന്നാണ് സ്ഥലം വിറ്റ് പോകാൻ സ്ഥലത്തിൽ എന്താ അണക്ക് വാണേ മതിയാറും. അങ്ങനെ ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ഉണ്ട് കാരണം. അങ്ങനെ താത്ത എന്താട്ടി, കുടുംബം താട്ടി സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്‌ലിസ് കേൾക്കാൻ തുടങ്ങി. നെയ്യത്ത് വെച്ചു. ഓലിക്ക് ഒരു വട്ടം കേട്ടപ്പോ പിന്നെ മനസ്സിലായി ഇത് റാഹത്താണ് കേട്ടോ. അങ്ങനെ 6 കൊല്ലായി സ്ഥലം വെക്കാൻ വെച്ചിട്ട്. അപ്പൊ ആദ്യം വന്നോലതാ വരുന്നു. അന്ന് ഞങ്ങൾ ആരോ കുത്തിത്തിരിപ്പിച്ചതാണ്. ആ സ്ഥലം ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് തരൂലായിരുന്നു. അപ്പൊ ഒരു ഡിമാൻഡ് കാട്ടി തരൂലായിരുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും പൈസ കിട്ടും. നമ്മൾ ഇരിക്കുന്നത് സാധാരണ മജ്‌ലിസിലല്ല, കച്ചവടക്കാരും വരാൻ തുടങ്ങി. അറിയോ? പക്ഷേ അപ്പൊ ഇവർക്ക് തോന്നി, എന്താ കൊടക്കാട് പോയാല്, എന്താ സ്വലാത്തിൽ ഇരുന്നാല്. പക്ഷെ അല്ലാഹ് അവിടെയും നാളെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്ഥലം പിന്നെ വിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടല്ലേ ഇപ്പൊ ഇതിന് ഇരുന്നത്. അപ്പൊ നാളെ ഇപ്പൊ എന്തോ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ സ്ഥലം കച്ചവടാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ കച്ചവടായാൽ കേട്ടോ നാളെ നമ്മള് പള്ളിയിൽ വായിക്കും. എന്റെ മനസ്സ് പറയണ കച്ചവടാവുന്ന, നിങ്ങളെ മനസ്സോ ആകൂലത്തല്ലേ ഏടാ. അപ്പൊ എന്റെ മനസ്സ് പറയുന്നു കച്ചവടാവുന്നാണ്. അറിയില്ല കേട്ടോ. പിന്നെ ഒരു പിള്ളോര് പറയുന്ന ഒരു പാട്ട് പാടുമോ. അപ്പൊ ഞാൻ പാട്ടുകാരനെ നിങ്ങൾ പറയും. അപ്പൊ നാളെ എന്ത് സംഭവിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞേക്കണ കച്ചവടമായാ മതിയെന്ന്. അത് കച്ചവടമായി സാറാൻ എഴുതി. ഇൻഷാ അല്ലാഹ്.